കളരിയൊക്കെ പഠിക്കണോന്ന് നല്ലതാണ്. പക്ഷെ എന്നേരം ഇങ്ങനെ ആക്രമിക്കരുത് നമ്മള്. അടവുകൾ പഠിക്കുകയോ. എനിക്കൊന്നും പറ്റില്ല. ആദ്യം ചേച്ചി ഇത് മൊത്തം എന്റെ അടുത്താ ചെയ്തോണ്ടിരുന്നത്. ഓക്കെ ആണോ നീ? കണ്ടോ, ഒരു കുഴപ്പമില്ല. നീ നടന്നാണ് കണ്ടോ, എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. കണ്ടോ, നീ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ. ഒരു വിധം പഠിച്ചു പൊക്ക പൊക്ക. നീ അന്നേരം പറഞ്ഞില്ലേ നല്ലതാണ്. നമ്മളിപ്പോ ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ഇത്തരം അഭ്യാസം. ഈ കാലഘട്ടത്തിന് വേണ്ടിട്ടല്ല, കുറുവാസംഘം വന്നപ്പോ മറ്റേ ചെറുക്കൊക്കെ തിരിച്ചു പിടിച്ചോടിച്ചു. ഈ സമയത്ത് നമ്മളെ ഇവിടെ നല്ല കുറുവാസംഘം ഒന്നല്ല, ഏതൊരവസ്ഥയിലും ഇത്തരം കാര്യങ്ങൾ വേണം നമുക്ക്. നല്ലതാണ്. പക്ഷെ ശരീരം ശ്രദ്ധിച്ചോളണം, കയ്യിന്ന് പോരുത്. ഇത് ചേച്ചിയില്ലേ, ഒന്നുകൂടെ പവറിലായിരിക്കും കേട്ടോ. ഇനി ചേച്ചി ബ്ലോക്ക് ചെയ്യും. എന്തോ ഞാൻ ഇറങ്ങി. എവിടെ ഇറങ്ങി? ഇതെന്തീ വെള്ളം വെള്ളയിട്ട്? പിന്നെ വെള്ള കറുപ്പും ഇട്ടോ. അപ്പൊ ഞാൻ വെള്ളം ഇട്ടാണല്ലോ. പിന്നെ പോവാതെ വടി വെച്ചെടുത്ത് കൊടയെങ്കിലും വെക്കണം ക്ലീറ്റോ. ആര് വടി വെച്ച്? ക്ലീറ്റോനോട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് പോയിരുന്ന മറ്റേ അവര് വരൂന്ന്. കുറുവാ സംഘത്തിന്റെ മീറ്റിംഗ്. പോലീസുകാര് അവര് വന്നിട്ട് പോട്ടെ. അപ്പൊ ക്ലീറ്റോ വേണ്ടേ? എടി, അത് ബോധമില്ലാത്തവരെ ബോധവൽക്കരിക്കട്ടെ. എനിക്കിതെല്ലാം അറിയാം. ഇത് എന്താ ഞാൻ മാത്രമല്ല, നമ്മളെ ഈ പോലീസുകാരല്ലേ, അവരാദ്യം ഇങ്ങനെ സമയം കളയാതെ അവരെ പിടിക്കാൻ നോക്കട്ടെ. അതല്ലേ വേണ്ടത്. 10 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് പോ ക്ലീറ്റോ. അവര് ഇച്ചിരി കഴിയുമ്പോ വരും ക്ലീറ്റോ. ഞാൻ ഇവിടെ 10 മിനിറ്റ് ഇരുന്നാൽ എത്ര രൂപയാണ് നഷ്ടം അറിയാമോ പാർട്ടിക്ക്? ഇന്ന് വലിയൊരു മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് എന്താ അവിടെ പരിപാടി? അയ്യോ, ഒന്നുമില്ല. ഞങ്ങളവിടെ പോയി ചപ്പാത്തി വരത്തും, പിന്നെ മീൻ വയ്ക്കും, ചോറ് വയ്ക്കും. അതൊക്കെയാണ് ഞങ്ങളെ പരിപാടി. പാർട്ടിയിൽ അടിയന്തര മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് വേണം അത് തുടങ്ങാൻ. കുറെ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ. എന്റെ തങ്കം, നീ എന്താണ് അവർ പറയണത് കേട്ട് വെക്ക്. വരുമ്പോ എന്റെ അടുത്ത് പറഞ്ഞു തന്നാ മതി. പ്രശ്നം തീരൂലേ? ഇനി ഞാൻ ചെറിയ കാര്യമൊന്നുമല്ല. അവര് വന്ന് തല കൊയ്യത്തോട്ട് പോകുമ്പോ നിങ്ങൾക്ക് ഇവന്മാര് പേടിച്ചു തൂറികള്. ഇത് അതല്ലേ, അവന്മാർക്ക് പിടിക്കാൻ വയ്യ. ആളുകളെ ബോധവൽക്കരണം. പിടിക്കാൻ ഞങ്ങളെ പിടിച്ചോന്നും പറഞ്ഞ് കുറുവാസംഘം ഇങ്ങനെ വന്ന് നിൽക്കുവല്ലേ. മിടുക്ക് കാണിക്കാൻ അവിടെയൊക്കെയാണ് ദുബായ് അമേരിക്കൻ പോലീസിന്റെ ഒക്കെ കഴിവ്. ഇതൊക്കെ ആരെടുത്ത് പറയാം. വിളിക്കുന്നത് ഞാൻ ഇറങ്ങി സാറേ, ഞാൻ ഇറങ്ങി. എല്ലാവർക്കും ആദ്യമായി നമസ്കാരം. കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കേരള പോലീസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന കുറുവാ സംഘത്തിൻ്റെ ആക്രമണങ്ങളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്രബോധന ക്യാമ്പാണ് നമ്മളുടെ സംഘടിപ്പിച്ചത്. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ സാധാരണ എല്ലാ ലൈറ്റും ഓഫ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ലൈറ്റെങ്കിലും നമ്മൾ പുറത്തിട്ടേക്കണം. എല്ലാ ലൈറ്റും ഓഫ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളൊന്നും പുറത്തിടാതിരിക്കുക. എന്തെങ്കിലും ഇപ്പോൾ കമ്പി, വടി, അത്ര സാധനങ്ങൾ പുറത്ത് കിടന്നാൽ അവർക്ക് അത് ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടാവും, ഉറപ്പായിട്ടും. പിന്നെ ഒരു പക്ഷേ നമ്മൾ കൂടി സഹായിക്കും പോലെ ആയിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ വടി കൊടുത്ത് അടി വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ? അസ്വാഭാവികമായിട്ട് നമ്മൾ റോഡിലോ പരിസരത്തിലൊക്കെ വെച്ച് ആരെങ്കിലും കണ്ടാലും നമ്മൾ അറിയിക്കണം. 112 ഓർത്ത് വെച്ചോളൂ. 112 112 ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോലീസിന്റെ ഒരു സഹായം ലഭിക്കുകയാണ്. അതെ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു ബോധവൽക്കരണ ക്ലാസ്സിന് പോയിട്ട് വരിക. കുറുവാ സംഘത്തിനാണ്? അല്ല, ഈ പോലീസുകാരുടെ ലാത്തി ചാർജും അതിനെതിരായിട്ട് ഞങ്ങളുടെ അണികൾക്കൊരു ക്ലാസ് കൊടുത്തോണ്ടിരിക്കുകയാണ്. നടക്കട്ടെ. ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മളാക്കിയതാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി വല്ല സംശയമുണ്ടോ? അല്ല സാറേ, ഈ ആ സമയത്ത് പുറത്ത് കൊച്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ എങ്ങനെ ഇറങ്ങി നോക്കാതിരിക്കാൻ? അത് അമ്മ പറഞ്ഞത് കറക്റ്റാണ്. കൊച്ചു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടാൽ എങ്ങനെ പുറത്തിറങ്ങി നോക്കാതിരിക്കും. പക്ഷേ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം കൂടെ നമ്മൾ നോക്കണം, അല്ലേ?
നമ്മുടെ ജീവൻ നമുക്ക് നോക്കണ്ടേ? അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മ നിങ്ങൾ ആരും ഇപ്പോഴത്തെ സാഹചര്യം സാധാരണ നമ്മൾ മനുഷ്യത്വം കരുതി ഇങ്ങനെ പുറത്തിറങ്ങി നോക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഈ ഒരു അവയർനെസ് നമുക്ക് ബോധ്യമായ സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കുന്ന സാഹചര്യമായതുകൊണ്ട് നമ്മൾ ഇത്തരം സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ, കുറുവാ സംഘം പല രൂപത്തിലും പല വേഷത്തിലും വരുമോ? അതെ അങ്ങനെയാണെങ്കിൽ ഇപ്പോ പോലീസ് വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ വന്ന് വാതിൽ തുറക്കാൻ പറഞ്ഞാൽ നമ്മൾ തുറക്കൂലേ? തുറക്കണ്ടേ? തുറക്കണമല്ലോ. ഇല്ലേ? അങ്ങനെ വന്നാലോ? അല്ല ഏത് രൂപത്തിൽ വന്നാലും അല്ല, ശരിക്കുള്ള സ്വാഭാവികമായിട്ട് ഒരാളെ പുറത്ത് കണ്ടാൽ ഒരു കാരണവശാലും കഥ തുറക്കാതിരിക്കുക. അല്ല ശരിക്കുള്ള വിളിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ നമ്പറിലേക്ക് വിളിക്കുക. അതല്ല സാർ, ഒരു യൂണിഫോം ഇട്ട രണ്ടുപേർ നമ്മളെ വീട്ടിൽ വരുന്നു, നമ്മൾ അവർ പോലീസുകാരാണെന്ന് കരുതുന്നു, പക്ഷെ അവർ കുറുവാക്കാരായിരിക്കും, നമ്മളെങ്ങനെ തിരിച്ചറിയും? അതാണ് പറഞ്ഞ കഥ തുറക്കേണ്ട കാര്യമില്ല. അതിപ്പോ വെള്ള ഉടുപ്പിട്ട് വന്നാലും കാക്കിട്ട് വന്നാലും തുറക്കേണ്ട കാര്യമില്ല. വെള്ള സമാധാനത്തിന്റെയാണ്. അല്ല ഞങ്ങളെ ഇത് ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നതാണ്. നടക്കട്ടെ, ഇരിക്കുന്നെങ്കിൽ ഇരിക്കാം. സംശയം വരുന്നത് അറിയാത്തോണ്ട്, താങ്കൾക്കെല്ലാം അറിയാവുന്ന ആളാണല്ലോ. ഇപ്പൊ തൽക്കാലം അറിയാവുന്ന ആള് മാറിയിരിക്കുക, അറിയാത്തവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ കലം എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് വരികയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് കയറിയുള്ള സംസാരം. നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പിൻവാതിലൂടെയാണ് എപ്പോഴും ഈ കള്ളന്മാർ കടക്കാൻ സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ വാതിലുകളിലൊക്കെ 1, 2, 3 കലങ്ങൾ, അലുമിനിയം കലങ്ങളോ സ്റ്റീൽ പാത്രങ്ങളോ ഒക്കെ അടുക്കി വെക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു തുറക്കുന്ന സമയത്ത് അവർ പോലും പ്രതീക്ഷിക്കാതെ, അവർക്കറിയില്ലല്ലോ ഇവിടെ അകത്തോട്ടുള്ള സാധനം ഉണ്ടെന്ന് അറിയില്ല, അപ്പോൾ തുറക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുകയും ഉറങ്ങിപ്പോയെങ്കിൽ നമുക്ക് ഉണരാനും പറ്റും. സാർ അപ്പോഴൊരു സംശയം, ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഓടളക്കാണ് പറഞ്ഞെങ്കിൽ നമ്മൾ എങ്ങനെ പാത്രം അടുക്കി വെക്കും? അതൊരു ചോദ്യമാണല്ലേ സാറേ. അവര് എണ്ണയിട്ട് വഴുതിക്കുന്ന രീതിയിലാണ് അവര് വരുന്നത്, അവരെ പിടിക്കാൻ കിട്ടത്തില്ല. അതിനെന്ത് ചെയ്യും സാറേ? അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ അറിയാം. അതായത് അവർക്കറിയാം. അതെ. അല്ല നമ്മൾ കരുതിയിരിക്കുക, നമുക്ക് ഈ വിധിയെ തടുക്കാൻ ആർക്കും പറ്റില്ല, സംഭവിക്കാനുള്ള സംഭവിക്കും. പക്ഷെ അത്തരം പ്രിവെൻഷൻ ഈസ് ബെസ്റ്റ് എന്നാണ് പറയുന്നത് എപ്പോഴും. വലിയൊരു അഭിപ്രായം. ഞാൻ പറയണത് പോലീസുകാര് രാത്രി ഉറങ്ങാതെ എല്ലാ പോലീസുകാരും റോന്ത് ചുറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഈ തൊഴിലുറപ്പ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അപ്പൊ അവിടെയൊക്കെ പോകുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ള അവയർനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഏകദേശം ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. വിളിച്ചപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും വന്നതിൽ വലിയ സന്തോഷം. അപ്പോൾ കാണാം നമുക്ക്. താങ്ക് യു സോ മച്ച്. വളരെ ഉപകാരം സാറേ ഇത്രയും പറഞ്ഞു തന്നതിന്. ഇനി ഞങ്ങൾ വാതിൽ തുറക്കത്തില്ല, ഞാൻ വാതിൽ തുറക്കത്തില്ല. അമ്മ വാതിൽ തുറക്കുകയും ചെയ്യുന്നു. അമ്മ ഞാൻ വന്ന് വിളിച്ചാ തുറക്കണേ. അതൊക്കെ പലതും പറയും. അപ്പൊ ശരി, സന്തോഷമാണ്. വിളിക്കാം. വരൂലേ? വരും വിളിക്കാം. ശരി അമ്മ. ഓടി നടക്കുക ഇങ്ങനെ. കേട്ടാ, ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണ് കേട്ടാ. ഉറക്കം നിക്കണല്ലേ, രാത്രി ഇടയ്ക്ക് എപ്പോഴെങ്കിലും കഴിക്കാം. യൂണിഫോമിന്റെ അപ്പുറം സൈഡ് വെച്ചാൽ അപ്പുറത്ത് ഇവിടെ വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ശബ്ദങ്ങൾ കേട്ടാൽ പുറത്തിറങ്ങരുത്. എന്ത് തരത്തിലുള്ള ശബ്ദം കേട്ടാലും പുറത്തിറങ്ങരുത്. ഇനിയിപ്പോൾ എല്ലാ മുറികളിലും, ഒരു മുറിയുടെ മാത്രമല്ല എല്ലാ മുറികളുടെ കഥകൾ, പുറത്തേക്കുള്ള എല്ലാ മുറികളുടെ കഥകളുടെ അകത്ത് നമ്മൾ പാത്രങ്ങൾ അടുക്കി വെക്കണം. അപ്പൊ എങ്ങാനും ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ താഴേക്ക് വീട് നമുക്ക് ഉണരാൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഏട്ടൻ രാവിലെ തൊട്ട് ക്ലാസ് എന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്ത് വലിഞ്ഞിരിഞ്ഞ് നടന്ന് വൈകിട്ട് ഇപ്പൊ ഡ്യൂട്ടി എന്നും പറഞ്ഞു പോണ്. ഇത് നിങ്ങളുടെ സ്റ്റേഷനിൽ വേറെ പോലീസുകാരൊന്നും ഇല്ലേ? ഉണ്ട്, എല്ലാരും ഡ്യൂട്ടിയിലല്ലേ. ഡേ നൈറ്റ്. ഇന്നലെ ഇപ്പൊ നൈറ്റ് ഇന്ന് ഡേ പോയി. അപ്പൊ ഇന്ന് ഏട്ടൻ അവരോട് പറ, ഞാൻ ഈ ഏരിയയിൽ നിന്നോളാന്ന് പറ. അപ്പൊ ഇവിടെ നിക്കാല്ലോ. ഞാനാണ് ഡ്യൂട്ടി ഇടുന്നത്. അവിടെ നിന്ന് ഇട്ടിരുന്ന ഡ്യൂട്ടി അല്ലേ, അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. ചിലപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ഇവിടെ കിട്ടുമായിരിക്കും. പിന്നെ അല്ലാതെ പിന്നെ വേറെ കേസുണ്ട്. അവൻ പറഞ്ഞ എനിക്ക് ഓട് പൊളിച്ചൊന്നും ഇറങ്ങൂല, നമുക്ക് ഇവിടെ മറ്റുള്ളതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അമ്മയെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അമ്മ നിങ്ങൾ ഒരുമിച്ച് ഇവിടെ കിടന്നാൽ മതി കേട്ടോ. ഒന്നും അറിയത്തില്ല, അമ്മയ്ക്ക് ആ കട്ടിലെ കിടന്നാലേ ഉറക്കം വരും. ഓരോ ഭാഷകളല്ലേ. എനിക്ക് അങ്ങനെ അത്ര വലിയ പേടിയൊന്നും ഇല്ല. പേടിക്കേണ്ട കാര്യം, നീ കർമ്മനിരതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ മറന്നു പോരുത്. പിന്നെ വിളിച്ചോളാം. കഴിക്കണേ അത്. ഓ അത് കഴിച്ചോളാം. തുറക്കട്ടെ? എന്നാ കുഞ്ഞവിടുന്ന് മാറിന്നോ. അപ്പൊ ഇങ്ങനെ തന്നെ വെക്കാട്ടെ നമുക്ക്. മാമൻ പറഞ്ഞത് ഇപ്പൊ ശരിയായില്ലേ? ഇതുപോലെ തന്നെ ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ ഡാഡിനോട് പറയണം, പുറത്തോട്ടൊന്ന് ഇറങ്ങി പോകരുത്, ജനലിൽ നിന്ന് ഇങ്ങനെ നോക്കണം എന്ന് പറയണം കേട്ടോ. അപ്പൊ ഇതിവിടെ നമുക്ക് വെച്ചിട്ട് ഇനി ഫ്രണ്ടിലത്തത് വെക്കണം. വെച്ചോ, ബാബാ ബാബാ വെച്ചോ.
വെച്ചോ. ഇതമ്മ താഴെ വെക്കാതെ കുറുവക്കാരെ നമ്മൾ പിടിച്ചിട്ടുള്ള കാര്യം. അതിന് നമുക്ക് ഫ്രണ്ടിൽ പോയി വെക്കാം. ആ കുടങ്ങ് എടുത്തോ. എന്തോന്ന് ഉച്ചമ്പളമൊക്കെ കേൾക്കുന്നാട്ട്? അത് കുറുവ സംഘത്തിന് പിടിക്കാനുള്ള കെണി. എന്ത് കെണി? ദേ, നോക്ക്. അവര് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്തേ? പോലീസുകാരന്മാർ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ ഉടനെ അതൊക്കെ അങ്ങ് ചെയ്തോളണം. അത് മണ്ടത്തരമാണോ ക്ലീറ്റോ? അതെ, ഞങ്ങള് ഫ്രണ്ടിലും വെക്കാൻ പോവാ. ഞാൻ അവരോട് ചോദിച്ച ഒറ്റ ചോദ്യം നീ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്ക്. നമ്മളിത് എല്ലാം എടുത്ത് ഇവിടെ വെച്ചു. ഇവിടെ വെക്കുമ്പോൾ ഓട് പൊളിച്ചവൻ ഇറങ്ങി വന്നാൽ എങ്ങനെ അറിയും? ഇനി ഈ വാതിൽ രണ്ടിൻ്റെയും സ്ക്രൂ ഇട്ട് അതല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് വാതിലിനെ ഇറക്കി മാറ്റി വെച്ചാൽ ഈ കല എന്ത് ചെയ്യും? വല്ല കാര്യമുണ്ട്? അതുകൊണ്ട് അവിടെ നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ. ക്ലീറ്റ് ഇങ്ങനെ ഉടക്ക് ന്യായം മാത്രം പറയല്ലേ ക്ലീറ്റ്. അപ്പൊ അവരെന്താ പൊട്ടന്മാരാണോ പിന്നെ ഇങ്ങനെ പറയണത്? പോലീസുകാർക്ക് എന്താണ്, നമ്മൾ ഇച്ചിരി അവര് പല പല കേസുകൾ അന്വേഷിച്ച് കണ്ടെത്തിയ സാധനമാണ് നമ്മളെ പഠിപ്പിച്ചത് അല്ലേ? ഈ അന്വേഷിച്ചെന്ന് പറയുന്ന കാര്യം ഓരോ കേസും എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ആളുകളെ പിടിക്കുകയും പ്രതിയെ പിടിക്കുകയും ഇത് കേസ് തെളിയുകയും ചെയ്യണത്. ശരി, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ അവര് ഓടും പൊളിച്ചില്ല, വാതിലിളക്കി മാറ്റിയില്ല, ഇവര് തള്ളി തന്നെ തുറന്ന് വന്ന് ഈ കലം വീഴൂലേ? അപ്പൊ അങ്ങനെ ചെയ്യൂല. അതാണ് കള്ളന്മാരുടെ രീതി. നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അവരാദ്യത്തെ പരിപാടിയാണ് ഇത്. ഇങ്ങനെ വാതിൽ തുറന്ന് ഇങ്ങനെ ബഹളം വെച്ച് പറഞ്ഞത്. അടുത്ത് അവർ പുതിയ ടെക്നിക്കാണ്. അവരങ്ങനെ ചിന്തിക്കുള്ളൂ. അല്ലാതെ ശരിക്കും കുറുവാ സംഘത്തിലുള്ളതാണോ ഇത്ര കൃത്യമായിട്ട് പറയാൻ? ഒരുപാട് കുറുവകളെ കണ്ടിട്ടുള്ളതാണ് ഞാൻ കേട്ടാ. രാഷ്ട്രീയത്തിന് അവര് പറഞ്ഞത് ഒന്നും ചെയ്യണില്ല, അതിന്റെ ആവശ്യമില്ല. ഞാനും അൻസാറും നടരാജും ഞങ്ങളെല്ലാവരും ഇന്ന് നൈറ്റ് ഇവിടെ ഉണ്ട്. ഓരോരോ ഭാഗത്തായിട്ടുണ്ടാവും. ഇവിടെ ശക്തമായ കാവലുണ്ടാവും. ഞങ്ങൾ ഇന്ന് ഉറങ്ങാതെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇവിടെ ഇരിക്കും. ഇന്ന് വരണമെങ്കിൽ അവന്മാർ പൊക്കും. പിന്നെ ഇനി അതിലപ്പുറം നിങ്ങൾക്ക് ഇനി എന്ത് സെക്യൂരിറ്റിയാണ് തരാൻ പറ്റണത്? ധൈര്യമായിട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോ. ആവശ്യമില്ല മക്കളെ, പോയി കിടന്ന് ഉറങ്ങും. ഇതൊക്കെ മണ്ടത്തരമാണ് കേട്ടാ. ഡാഡിയുടെയൊക്കെ പോളിസി എന്ന് പറഞ്ഞാൽ കയ്യോടെ പിടിക്കുക, രണ്ടെണ്ണം പിടയ്ക്കുക. അതാണ്. അപ്പൊ ഞാനും കൂടെ സെക്യൂരിറ്റി ആയിരുന്നോട്ടെ? അതിനൊന്നും ആയില്ല. നീ ഇച്ചിരൂടെ വളരണം. ഡാഡിയുടെ ഇത്ര പോരുമ്പോ ഡാഡി എന്ത് ചെയ്യുന്ന അറിയാം? നിന്നെ ഇരുത്തും സെക്യൂരിറ്റി. എന്നിട്ട് ഡാഡി കിടന്നുറങ്ങും. ഇപ്പം ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ കേട്ടാ. ക്ലീറ്റോ, നിങ്ങൾ ഈ സമരം എന്ന് കേൾക്കുമ്പോ തന്നെ ആരെക്കാളും മുമ്പേ ഓടണ ഒരാളാ നിങ്ങള്. അതുകൊണ്ട് ഇവരെയൊക്കെ പിടിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടോ? വെറുതെ അവരുടെ കയ്യിൽ നിന്ന് എന്തിനാ മേടിച്ച് കിട്ടണത്? ഹലോ, അത് പൊളിട്രിക്സ്. അവിടെ ഞാൻ പല ഇതും തന്ത്രങ്ങളും പ്രയോഗിക്കും. പക്ഷെ ഇതല്ല. ഇത് കുടുംബത്തിൽ കയറി ഇങ്ങനെ മേയാൻ വരണമെന്നൊന്നും അങ്ങനെ വെറുതെ വിടില്ല. അതിലുള്ള ഐഡിയ 10 തലയുള്ള രാഷ്ട്രീയ രാവണക്കാരൻ്റെ ഒരു തലയിൽ ഒരു ഐഡിയ വന്നിട്ടുണ്ട്. അത് ഞാൻ പ്രയോഗിക്കും. അതൊക്കെ വഴിയെ കണ്ടറിയാം. ഒരിടെ ഉറങ്ങിക്കും. പോക്കോ. വെറുതെ അടി മേടിച്ചോണ്ട് വരരുത്, എനിക്ക് അതേ ഉള്ളൂ. അല്ലേ ഞങ്ങളാളിയാ? നിങ്ങളായിരുന്നു അല്ലേ? പിന്നെ അല്ലേ, ഞങ്ങൾ ഈ പറമ്പിലും മൊത്തം എല്ലായിടത്തും നോക്കി. ഇവിടെ അങ്ങ് ഒരു മനുഷ്യരും ഇല്ല. ഇവിടെ ഒരു കുറവേ ഇല്ല, ഒരു കറയും. ഇവിടെ ആരും ഇല്ല. ഞാൻ കുറെ ഉറക്കം വരുന്നല്ലേ? മണി 3:30. അല്ലേ, 3:30 മണിയായി. ഇനി മെനക്കെട്ടിട്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പം ഒരു അരമണിക്കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്രക്കാരൻ വരും, കോഴി പോവും, പിന്നെ ആളുകൾ ഇറങ്ങിയത്. മുത്തലക്ഷ്മി ഉറങ്ങാൻ തന്നെ കാത്തിരിക്കുക. ഞാൻ പോട്ടെ. നീ ഇത് വെപ്പാളപ്പെടല്ലേ? അവിടെ ആളില്ലേ വേറെ? അച്ഛനുണ്ട്, അച്ഛൻ്റെ വലിവുണ്ട്. വലിവുണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ട. വലിവ് കേട്ട ആരും വരൂല, ആളനക്കൊന്നും ഉണ്ടാവില്ല. അളിയാ, ഞാൻ പറയുന്നത് നമുക്ക് ഈ പണി ഇന്നങ്ങ് നിർത്താം. ഉറക്കം വരുന്നു, വിശക്കുന്നു. ഞാൻ നായരേട്ട കണ്ട കടയിൽ പോയി ഒരു ചായ അടിച്ചൊരു കഴിയും. കട തുറക്കണ്ടേ? 3:30 മണിക്ക് ഇപ്പം തുറക്കും. 4 മണിക്ക് തുറക്കുവായി. ഇനി 25 മിനിറ്റല്ലോ. അളി ഞങ്ങൾ നിക്കണോ? നിക്കാം. ആരും വരൂലടാ. ഞാനും സമയം കഴിയും. എങ്കിൽ പിന്നെ അളി അകത്ത് പോയി കിടക്ക്. എന്തിനു വെറുതെ ഇവിടെ വേണ്ട, ഞാൻ അതൊന്നും വേണ്ട. എന്തായാലും ഇത്ര ഇപ്പം നേരം പരവര ഉള്ളത് ഇച്ചിരി സമയം ഇവിടെ ഇരിക്കാം. വേറെ മുഖത്ത് കരിയൊക്കെ വാരി തേച്ചു. അങ്ങനെയല്ല. അതിപ്പോ വന്നാ എന്ത് ചെയ്തനെ? വന്നില്ല. വന്നാൽ നമ്മളെ കരി വെച്ചാൽ നമ്മളെ ശ്രദ്ധിക്കില്ല, കാണൂല. അതിനാണ് ഇത് ഇരിക്കണത്. നിങ്ങൾ എന്നാ പിന്നെ വിട്ടോളി. ഓ ശരി. ചിലപ്പോ നാളെയും കൂടെ ഇവിടെ ഇരിക്കേണ്ടി വരും. ഓ ഇരിക്കാം. എടാ, ആ വടിയെടുത്തോ, അടിക്കാം. പട്ടി ഭയങ്കര ശല്യളിയാ. ശരി, ഒന്ന് അനങ്ങി വാ.
ക്ലീറ്റോ കിടന്നില്ലേ? കറുത്ത തുണി ക്ലീറ്റോ ക്ലീറ്റോ എന്ത് കിടപ്പ കിടക്കണ ക്ലീറ്റോ എന്താ ദൈവമേ കുറുവ സമുഖം വന്ന് ക്ലീറ്റോന്റെ മുഖത്ത് നിറച്ചും കാര്യം എഴുന്നേറ്റ് എന്തെങ്കിലും പറ്റിയോ നോക്ക്. എന്റെ ഐഡിയ ഏതാ ഐഡിയ? കുറുവനെ പിടിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് കുറുവ വന്നു. ഇത് ക്ലീറ്റോ തേച്ചതാ. എന്റെ തങ്കം ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഐഡിയ എന്ന് പറഞ്ഞില്ലേ. അതായത് ഈ കുറുവാക്കാര് വരുമ്പോ അവര് വന്നാല് എന്നെ കാണരുത്. അപ്പോൾ കറുത്ത തുണി ഇട്ട് മുഖത്ത് കരിയും തേച്ചിരുന്ന് ഇങ്ങനെ ഇരുന്ന എന്നെ കാണൂല, എനിക്ക് അവരെ കാണാമല്ലോ. മനസ്സിലായില്ലേ? പക്ഷെ ഇവിടെ കുറുവയും വന്നില്ല, ഒരു കുരുവിയും വന്നില്ല. ഞാൻ ഇപ്പൊ കോഴി കൂവിയ സമയത്തായിട്ടാണ് ഒന്ന് മയങ്ങിയതല്ല. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ ക്ലീറ്റോനെ കാണില്ല, ടെൻഷൻ അടിച്ചു പോയി. ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഇനിയിപ്പൊ അവളെ വിളിച്ച് കാണിക്കാം. ഇത് ഈ പെണ്ണ് എഴുന്നേറ്റില്ലാന്ന് തോന്നുന്നു. അവളൊക്കെ രാവിലെ എഴുന്നേക്കും. ഗ്രില്ലൊക്കെ ശരിയാ, ഗ്രില്ല് അപ്പൊ അടുക്കളയിലായിരിക്കും. ലില്ലിയ കണ്ണാടി എടുത്തേടി അമ്മേ. നീ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോടി ലില്ലി. എഴുന്നേറ്റെന്ന് പറഞ്ഞിട്ട് ഇവിടെ ലില്ലി ഇവിടെ ഇല്ലേ? ഓ, ഇനി അമ്മയുടെ റൂമിൽ രണ്ടും കൂടി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരിക്കും നേരം വെളുത്ത്. വെള്ളം വെള്ളം കൊണ്ടുവാ. എന്റെ ദൈവം, നിന്റെ ക്ലീറ്റോ ചേട്ടനാ. എന്റെ ദൈവമേ, കൈ കാര്യം നിറയ്ക്കുന്നു. അമ്മേ 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 ഞങ്ങളെ ഉള്ളൂടെ വേറെ ആരുമില്ല. വെളുപ്പിനില്ലേ ക്ലീറ്റോ ചേട്ടാ, അമ്മയുടെ മുറിഞ്ഞ് എന്തോ ഒരു ശബ്ദം കേട്ടെ. അപ്പൊ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ആരൊക്കെ നിപ്പുണ്ടായിരുന്നു കരിയൊക്കെ തേച്ച്. എന്നിട്ട് ഞങ്ങളുടെ ചേട്ടയുടെ കൈയൊക്കെ ബാക്ക് കെട്ടി തുണിയൊക്കെ വായി കുത്തി കേട്ടിട്ട് എന്തോ തളിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബോധം പോയി. പോയി പോയി അവര് പോയി അവര് പോയി. നിങ്ങളെ മുറ്റത്ത് കരിയും തേച്ചിരുന്നത് എന്തിനാ? എന്തിനാ? ഞാനെന്ത് ചെയ്ത്? അത് തന്നെ പറഞ്ഞ, നിങ്ങളൊന്നും ചെയ്തില്ല. നിങ്ങൾ നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങി. ക്ലീറ്റോ ചേട്ടൻ ഉറങ്ങിയാ? ഇല്ല, ഞാൻ ഉറങ്ങിയില്ല. ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഏതാണ്ട് പരപര വെളുക്കണവരെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എപ്പോഴോ ഒന്ന് കണ്ണടഞ്ഞു. ആ കണ്ണടഞ്ഞ സമയത്തായിരിക്കും ഞാൻ വന്നാ വിളിച്ചെഴുന്നേപ്പിച്ചത്. ഞാൻ വന്ന് അത് പോലീസുകാരോ നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞപ്പോ നീ എന്തൊക്കെ അവര് ആക്ഷേപിച്ചടാ? എന്റെ ചെറുക്കനെ നീ ആക്ഷേപിക്കാൻ വല്ലതും ഉണ്ടാടാ? അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലടാ, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. എന്തൊക്കെയാ വന്നത്? ഓട് പൊളിച്ച് താഴെ വന്ന് എന്ത് ചെയ്യുന്നു? ഓട് പൊളിച്ചല്ലേ വന്നത്, കൺമുന്നിൽ കൂടെ അല്ലേ വന്നത്. അമ്മയുടെ മാല എവിടെ? ഒന്നുമില്ല. മാലയും പാളയൊക്കെ നിന്റെ മാലയൊക്കെ പോയി, മോതിരൊക്കെ പോയി. അതെ, നമുക്ക് കുറച്ച് പൊന്നല്ലേ പോയുള്ളൂ. നിങ്ങൾക്ക് വേറെ ദേഹോപദ്രവം ഒന്നും പറ്റിയില്ലല്ലോ. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ?
ഞാനൊരുത്തം പാറ പോലെ പുറത്ത് കിടക്കണപ്പോ അവർക്ക് മനസ്സിലായി ഞാനാണെന്ന്. അതുകൊണ്ടാണ് അവൾ നിങ്ങളെ ഒന്നും ചെയ്യാതെ പോയത്. സാധാരണ അമ്മ കുറുവാക്കാർ വന്നാണ്ടല്ലോ വലിയ വടി കൊണ്ട് തല കൊണ്ട് അടിച്ചു പൊട്ടിച്ച് രക്തമെല്ലാം വരുത്തിയിട്ടാണ് പോണത്. നിങ്ങൾക്ക് ഭാഗ്യത്തിന് അങ്ങനെയൊന്നും പറ്റിയില്ലല്ലോ. പോയത് പോട്ടെ, അത് നമുക്കുള്ളതല്ല. അത്രേ ഉള്ളൂ. വേറെന്തോ വലുത് വരായിരുന്നു. നമുക്ക് ഇതിലങ്ങ് തീർന്നു. ഞാൻ മുഖം കഴിയിട്ട് വരാവേ. സാരമില്ല, എന്റെയും പോയില്ലേ.